വീക്കെൻഡ് 5 എപ്പിസോഡ് 1. മോഹൻലാൽ എൻട്രി ചെയ്യുന്നു. ബിഗ് ബോസ് ടീമും ഏഷ്യാനെറ്റും ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി ഒരാൾ അകത്ത് ഇൻസൾട്ട് ചെയ്തതിനെക്കുറിച്ച് സോറി പറയുന്നു. അപ്പോൾ ജാൻമണി നൂറയ്ക്കെതിരെ കാണിക്കുന്നതിന് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അതെന്താ? പിന്നെന്തോ അഭിഷേകിന് യെല്ലോ കാർഡ് കാണിക്കുന്നു. ഇമാതിരി ചീപ്പ് നാടകങ്ങൾ മോഹൻലാൽ വഴി ബിഗ് ബോസ് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. അവിടെ ജാൻമണി കാണിക്കുന്ന ഇത്രയും വൃത്തികേടുകൾക്ക് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് സായിയോട് ചോദിക്കുന്നുണ്ട്, പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് വന്ന് പറഞ്ഞത് എന്തിനാന്ന്. വളരെ സിമ്പിളായിട്ട് സായി പറയുന്നുണ്ട്, അതെൻ്റെ ഗെയിമായിരുന്നു എന്ന്. സായി, ദാറ്റ് വാസ് ഗുഡ് വൺ. ഇതിനുശേഷം മോഹൻലാൽ ജാസ്മിനോട് പറയുന്നുണ്ട്, കേട്ടല്ലോ, മറ്റുള്ളവർക്ക് ഷോയാണ്, ഗെയിമാണിത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് വറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം അത് ഒരാളുടെ മാത്രം വ്യൂ പോയിൻ്റാണ്. അത് മൊത്തം വ്യൂ പോയിൻ്റായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. അതിനുശേഷം പവർ ടീമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പവർ ടീം വലിയ സുഖമില്ലായിരുന്നു. പിന്നെ സായി കൃത്യമായിട്ടുള്ള ചില പോയിന്റുകൾ വഴി പറയുന്നുണ്ട് പവർ ടീം നന്നായിരുന്നു എന്ന്. അപ്പോൾ മോഹൻലാലിൻ്റെ അതിൻ്റെ ഒരു കണ്ടുപിടുത്തം എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം കഴിഞ്ഞ പവർ ടീമിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പേരും ഇത്തവണത്തെ പവർ ടീമിൽ ഉണ്ടായി. അതിലും ഏറ്റവും വലിയ കാര്യം, ജാസ്മിൻ എന്ന മണ്ടിയായ ക്യാപ്റ്റൻ ഔട്ടായ ഒരാളെ തിരിച്ച് പവർ ടീമിൽ കയറ്റി. അതിന് പിന്നെ എപ്പോഴോ ജാസ്മിൻ പറയുന്നൊരു മറുപടി ഉണ്ടായിരുന്നു, അതെൻ്റെ ഗെയിമല്ലേ. അതിന് ജാസ്മിൻ കുറേ അൺയൂഷ്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അവിടെ വെക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ഡ്രാമ ക്യൂണാണല്ലോ ഈ ബിഗ് ബോസ് സീസൺ 6-ൻ്റെ. അതിനുശേഷം ഹംസിബ പറയുന്നുണ്ട്, അപ്സര ഒരു ഡിക്റ്റേറ്ററിനെ പോലെയാണ് ബിഗ് ബോസ് ഹൗസിനെ നടത്തിക്കൊണ്ടിരുന്നത്, അത് തീരെ ശരിയായില്ല. ഏതാണ്ട് അതേ ധ്വനിയുള്ള പോയിന്റുകളായിരുന്നു സിബിനും അവിടെ വെച്ചത്. അതിന് അപ്സരയുടെ മറുപടി നന്നായിരുന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പോയിന്റുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഓരോരുത്തരുടെ മനോഭാവങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിനെയൊന്നും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. അതിനുശേഷം ശ്രീരേഖ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്, ഗബ്രി ആ പവർ ടീമിൽ കൊണ്ടുവരേണ്ട ജാസ്മിൻ്റെ കൃത്യമായ ഒരു ഗെയിം പ്ലേ ആയിരുന്നു. അതിനുശേഷം ജാൻമണിയോടായി ചോദ്യങ്ങൾ, എന്താണ് പേഴ്സണൽ ടൈം. അതിന് ജാൻമണി കുറേ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ അത് കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോയില്ല, കാരണം പേടിയായിരിക്കും ഇനി മോഹൻലാലിനെയും പ്രാവുമെന്നുള്ളത്. പിന്നീട് പുതിയ വയൽക്കാട് എൻഡീസിനോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ ഗെയിം, പുറത്തുനിന്ന് കണ്ടത് പോലെയാണോ അകത്ത്. അപ്പോൾ സുബിനും പൂജയും പറയുന്നുണ്ട്, ഇതത്ര സുഖകരമായ പണിയല്ല, വിചാരിച്ചതുപോലൊന്നുമല്ല, പ്ലാനിങ് ഒക്കെ പണ്ടാരമടങ്ങും. സായി പറഞ്ഞത് ഗംഭീരമാണ്. ഗാലറി ഇരുന്നായിരുന്നു ഇത്രയും നേരം കളി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു, കാരണം എല്ലാ ക്യാമറയുടെ എല്ലാ ആംഗിളും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നതിൻ്റെ ഭയങ്കരമായൊരു ഒരു ഒരു ഡിഫറൻറ്റ് അത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നന്ദന, എന്നെ ചൊറിയാൻ വന്ന ഞാനും മാന്തും. ഇഷ്ടമായി ആറ്റിറ്റ്യൂഡ്. നന്ദന കീപ് ഗോയിങ് ഓൺ. അതിനുശേഷം വൈൽഡ് കാർഡുകളെ റാങ്ക് ചെയ്യുന്നൊരു ടാസ്ക് വന്നു. എന്തായാലും ടാസ്കിന് അവസാനം ഫസ്റ്റ് റാങ്ക് പൂജ, സെക്കൻഡ് സുബിൻ, തേർഡ് സായി, ഫോർത്ത് അഭിഷേക്, ഫിഫ്ത്ത് അഭിഷേക് എസ്, സിക്സ്ത് നന്ദന. അതിനുശേഷം ദേ അടുത്ത ഗെയിം. അല്ല, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഈ ഹൗസിൻ്റെ ടോപ്പിക്ക് മോഹൻലാൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അത് എടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണോ ഈ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ടാസ്ക് കൊണ്ട് നിറയ്ക്കുന്നത്? അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, വായിൽ ഐസിട്ട് സംസാരിക്കുക. കഷ്ടം, ഇതൊക്കെ എവിടെ നിന്ന് തപ്പിയെടുത്തുകൊണ്ട് വരുന്നു എന്തോ കണ്ടന്റ് ടീം. എനിവേ, വളരെ ഗംഭീരമായ വ്യത്യസ്തമായ ഐസ് വായിക്കാത്തിട്ട് മൂവിയുടെ പേര് പറയുന്ന ടാസ്ക്, അവരുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ടും സംഗതി ഫണ്ണായിരുന്നു. വീണ്ടും ഇതാ അടുത്ത ടാസ്ക്, ഡിസ്ഹോണസ്റ്റി, ഇറസ്പോൺസിബിലിറ്റി, കൃത്രിമത്വം, വഞ്ചന, ഡിപ്പെൻഡൻസി. ഇത്രയും ജ്യൂസുകൾ അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് ഓരോരുത്തരായി വരിക, ഒരാളെ ചൂസ് ചെയ്യുക, ഇതിലൊരു ജ്യൂസ് അയാളെ കുടിപ്പിക്കുക. ഇതാണ് ടാസ്ക്. ആഫ്റ്റർ ടാസ്ക്, ജാൻമണിയുടെ അവതാരം വീണ്ടും. സോറി, ബിസിനസ് ക്ലാസ് ജാൻമണിയുടെ തേർഡ് ക്ലാസ് അവതാരം ദാ വീണ്ടും. അവളുടെ ക്യാരക്ടറിനെ ഞാൻ അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും. എവരൊക്കെയാണോ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്? കഷ്ടം തന്നെ. അതിനുശേഷം എവിക്ഷൻ പ്രോസസ്, അഭിഷേക് എസ് സേവ്ഡ്, ശ്രീരേഖ സേവ്ഡ്, ശ്രീതു സേവ്ഡ്. ബാക്കിയുള്ള എവിക്ഷൻ നാളെ
ആണെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ സ്വന്തം ബിസിനസ് ക്ലാസ് ജാൻമണിയുടെ തേർഡ് ക്ലാസ് ഡ്രാമ അരങ്ങേറുകയാണ്. പക്ഷേ ആ കാണിച്ചൊരു പ്രവൃത്തി നൂറെ തുപ്പിയിട്ട് പോയത്. ഇത്രയും ചീപ്പൊരു ഒരാളെ ആ ഷോയ്ക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും ഒന്നും ഒരു ഉളുപ്പുമില്ലേ? ഒരു കമ്മ്യൂണിറ്റിയെ പുറത്തപ്പോൾ ഇവർക്കൊക്കെ നൊന്തായിരുന്നല്ലോ. ഇത്രയും ചീപ്പ് സാധനങ്ങൾ കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇവർക്കൊന്നും പറയാനില്ലേ? ഐ എം സോറി റിയലി ടു സേ ദാറ്റ്. കഷ്ടം. ഡേ 2 മോഹൻലാൽ വിഷു ആശംസകളുമായി എത്തുന്നു. അതിനുശേഷം ഹൗസിലേക്ക് പോകുന്നു. വോട്ടിങ്ങിൻ്റെ ആധാരത്തിൽ ജിൻഡോ പുതിയ ക്യാപ്റ്റനാകുന്നു. അതിനുശേഷം ഡ്രാമ ക്യൂൻ ജാസ്മിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. എന്ത് പറ്റി ജാസ്മിൻ? അപ്പോൾ ആസ് യൂഷ്വൽ ജാസ്മിൻ കുറേ ക്ലീഷേ സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് ഗബ്രി ജാസ്മിൻ റിലേഷനെ കുറിച്ച് ഒരു വീഡിയോ നമുക്ക് കാണാം. എന്നിട്ട് വീഡിയോ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മൾ പ്രണയത്തിലല്ല, ആസ് യൂഷ്വൽ ക്ലീഷേ സാധനങ്ങൾ. അപ്പോൾ പിന്നെ ഈ രാത്രി ഗബ്രി പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, യു നോ ഹൗ മച്ച് ഐ ലവ് യു. പിന്നെ ഈ രാത്രിയുള്ള ഉമ്മം വെക്കലും കെട്ടിപ്പിടുത്തവും ഇതൊക്കെ എന്തിനായിരുന്നു? അപ്പോൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു, ഷോയ്ക്ക് വേണ്ടി, ഒരു ടോക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ഈ സമയത്ത് സുബിൻ അവിടെ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് വെക്കുന്നുണ്ട്. അവരുടെ ആവശ്യം ഇത് തന്നെയാണ്. പിന്നെ എല്ലാ ദിവസവും എല്ലാവരും ജാസ്മിൻ ഗബ്രി എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നമ്മൾ സ്പേസ് കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ ഗെയിം തനിയേ തീർന്നോളും. ഈ ബിഗ് ബോസ് സീസൺ 6 ജാസ്മിനും ഗബ്രി ഷോ ആണെങ്കിൽ പിന്നെ നമ്മളൊക്കെ അങ്ങ് ഇറക്കി വിട്ടാൽ പോരെ. അതിനുശേഷം ഹൗസ് മേറ്റ്സിൻ്റെ വിഷു പ്രത്യേക പരിപാടികൾ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുബിൻ്റെ അസ്ട്രോളജി തന്നെയായിരുന്നു. അതിനുശേഷം മോഹൻലാൽ ജിൻഡോ ജാൻമണിയോട് സിഗരറ്റ് വലിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ചിലപ്പോൾ ഇനി ബിസിനസ് ക്ലാസ് ജാൻമണിക്ക് ചിലപ്പോൾ പ്രിവിലേജസ് കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ എവിക്ഷൻ പ്രോസസ്സ്. സ്റ്റോർ റൂമിൽ കുറച്ച് പെട്ടികൾ വന്നിട്ടുണ്ട്. അതിൽ ഓരോ ക്യൂ കാർഡുണ്ട്, അതെടുക്കുക. അതിൽ പേരില്ലാത്ത ആൾക്കാർ ഈ വീക്കിൽ എലിമിനേറ്റ് ആവും. ഇതിൽ ശരണ്യ, ജാൻമണി അവരുടെ പേരുകളില്ല. അവർ എവിക്റ്റായി എന്ന് ബിഗ് ബോസ് അറിയിക്കുന്നു. മെയിൻ ഡോർ വഴി പുറത്തേക്ക് വരാൻ പറയുന്നു. അപ്പോൾ മോഹൻലാൽ ഓഡിയൻസിനോട് പറയുന്നുണ്ട്, വിഷു ആയതിനാൽ ഇത്തവണ എവിക്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, അത് നമുക്ക് അകത്ത് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് മോഹൻലാൽ ഹൗസിലേക്ക് വരുന്നു. വന്നു കയറിയ ഉടൻ തന്നെ ആ ഒരു സന്തോഷ വാർത്ത ഹൗസിൽ അറിയിക്കുകയാണ്, ഇത്തവണ എവിക്ഷൻ ഇല്ല. എല്ലാവരും വളരെ ഹാപ്പി ആകുന്നു. എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വരുന്ന വീഡിയോ സന്ദേശങ്ങൾ എല്ലാവരെയും കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൗസ് മേറ്റ്സ് തയ്യാറാക്കിയ പരിപാടികൾ അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. ഒപ്പം എല്ലാവർക്കും വിഷു കൈനീട്ടം നൽകുന്നുണ്ട്. പുള്ളി മടങ്ങുന്നുണ്ട്. സ്റ്റേജിൽ വന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ഈ നോമിനേഷൻ നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന്. അങ്ങനെ ഈ വീക്കെൻഡ് എപ്പിസോഡിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്.